ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുരിങ്ങയില വെച്ചിട്ട് ഒരു ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയുമാണ്. മുരിങ്ങയില ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് നമ്മൾ മുരിങ്ങയിലയാണിത് കേട്ടോ. ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇതിൻ്റെ തണ്ടെന്നൊക്കെ കുറേ എടുത്ത് മാറ്റിനെ, എന്നിട്ട് പിന്നെ അതിന് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കണം. മഞ്ഞയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം. നന്നായി ഒന്ന് വാഷൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മളതൊരു അരിപ്പ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കേണ്ടതുണ്ട്. വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതെന്ന് പറയുന്നത് അരക്കഷ്ണം ഉള്ളി, 2-3 പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതും എടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടി ചൂടായതിന് ശേഷം ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അരക്കഷ്ണം ഉള്ളിയാണ്. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക് മതി. പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഒന്നിങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നല്ലപോലെ ഈ ചൂടിൽ ചെറിയ ഫ്ലെയിമിൽ വെക്കണേ, അടി കരിഞ്ഞ് പോകാൻ പാടില്ല. നന്നായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ കുറേ പോലെ ഉണ്ടാവും. നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവും. ഇതിങ്ങ് ഒതുങ്ങി വരും ഈ ഇലയൊക്കെ. നമുക്ക് ഈ ഇല മുഴുവനായിട്ട് കഴുകി വാഷ് ചെയ്ത ഇല മുഴുവനായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഈ ചീനച്ചട്ടിയിലേക്ക്. എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ആക്കണം. കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ആകാൻ സാധ്യതയില്ല. എന്നാലും കുറച്ച് നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കണം. അടിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് സെറ്റാക്കണം. നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആണ്. കണ്ടോ, ഇത് കുറഞ്ഞ് വന്നില്ലേ? നേരത്തെ എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ് വന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു 6 മിനിറ്റ് അത്രയേ വേണ്ടൂ. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് ഹെൽത്തിനും നമ്മളെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. മുരിങ്ങയില ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയും കൂടിയാണ്. ഇതാണ് നമ്മളെ മുരിങ്ങയില വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.